എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യണം. ഒരിതിലും കിബറ്, ഹസദ്, റിയാ, ഉജ്ബ് ഒന്നും പാടില്ല. നിഷ്കളങ്ക മനസ്സോടെയാ എന്തും ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു മുആദേ, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഈ പ്രാർത്ഥന നടത്താത്തൊരു നിസ്കാരമുണ്ടാവരുത്. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ എനിക്ക് നീ സഹായം നൽകണം. വശുക്രിക, ഓർത്താല് മാത്രം പോരാ, ഓർക്കുമ്പോഴെല്ലാം നന്ദി ചെയ്യാൻ. വഹുസ്നി ഇബാദതിക, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നല്ല രൂപത്തിലാവാൻ നീ സഹായിക്കണമല്ലോ. ഈ ദുആ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ചൊല്ലേണ്ട ദുആ. ഇത് മുആദ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാർക്ക് കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു. അവിടത്തെ ശിഷ്യന്മാരങ്ങനെ കൈമാറി നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാര് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ നേരിട്ട് അവിടത്തെ ശിഷ്യന്മാരെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത ഒരു ദുആ ആണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. പടച്ചവനെ, ഞങ്ങളുടെ ആത്മാവിന് നിന്നെ ഓർക്കാനുള്ള സമയവും സന്ദർഭവും നൽകണമല്ലോ. ഇന്നത്തെ വഅദ് കൊണ്ട് നിങ്ങൾക്ക് തരുന്നൊരു സമ്മാനം എല്ലാവരും ചൊല്ലിയേക്ക് അല്ലാഹുമ്മ. എല്ലാവരും ഉറക്കെ ചൊല്ലി അല്ലാഹുമ്മ അഇന്നി. അവിടെ സ്റ്റേജുമ്പോൾ ഉസ്താദ്മാർ നേരത്തെ ചൊല്ലി പഠിച്ചോളൂ. അവിടെ സദസ്സിലുള്ളവരെ കുറച്ച് ആൾക്കാരായതുകൊണ്ട് ഞാൻ വേവായതൊന്നും വരും. ഞാൻ 2 മണിയുടെ ട്രെയിൻ ഉണ്ടാക്കാം. ഏതായാലും ഇപ്പൊ 12 ട്രെയിന് പോയി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിർത്തുന്നില്ല. അങ്ങനെ ബേജാറാവും. ഇപ്പൊ നിർത്തിയാൻ മണ്ടാത്ത കരുതി ഞാൻ ഉച്ചക്ക് പോകുന്നുണ്ട് നാട്ടിൽ. അപ്പൊ ഏതായാലും പെട്ടെന്ന് വേദത്തും നിങ്ങൾ അങ്ങനെ ബേജാറാണ്. അപ്പൊ എല്ലാരും ഒന്നുച്ചത്തിൽ വരും അല്ലാഹുമ്മ. അത് പോരല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത് ജീവിതത്തിൽ ഒരാൾ പകർത്തിയാൽ മഹാന്മാര് പറയും, ഇത് കൃത്യമായിട്ട് 5 നേരവും ചൊല്ലിയാൽ ആ മനുഷ്യന് പിന്നെ നിസ്കാരം ഖളാ ആകില്ല. ആ മനുഷ്യന്റെ ആത്മാവ് നിസ്കാരം എന്നുള്ള പ്രവർത്തനം ശരീരത്തിന് വലിയ താല്പര്യമുള്ള സാധനമൊന്നുമല്ല. നിസ്കാരം എന്നുള്ള പ്രവർത്തനം ശരീരത്തിന് ഒരു താല്പര്യം ഉണ്ടാവില്ല. ശരീരം നിസ്കാരത്തോട് കൃത്യമായിട്ട് പ്രതികരിക്കില്ല. ആത്മാവിന്റെ നല്ല മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ ബാങ്കിന്റെ സമയമാകുമ്പോ ആത്മാവ് ഇങ്ങനെ ശരീരത്തിനെ മുന്നോട്ട് തള്ളിയിട്ട് നമ്മൾക്കൊന്ന് പോയി നിസ്കരിച്ചാലോ. കഴിഞ്ഞ ആഴ്ച മഞ്ഞനാടി വയലിന് വന്നപ്പോ അവിടെ ഞാൻ വയലിന് പോയിട്ട് മഗ്‌രിബിന് ഞാൻ അവിടെ എത്തി. മഗ്‌രിബ് മുതൽ വയല് തുടങ്ങുന്നവരെ 3 വയൽ നടന്നു. ആ 3 വയലിലും പ്രസംഗം വിഷയം നിസ്കാരം. എന്നിട്ട് എന്നോട് പറഞ്ഞു കൊടുത്തു, ഉസ്താദ് നിസ്കാരത്തെ പറ്റി എന്നെ പറയണം. ആരോടെ പറയണത്? ഈ വന്ന മുത്തുമുമിനിങ്ങളോട്. അവിടെ എന്താ പ്രശ്നം? നിസ്കരിക്കുന്നത് വളരെ കുറവ്. അതിനൊക്കെ സജീവമാണ്, നിർച്ചക്കും നിൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ പള്ളിന്റെ അടുത്താണെങ്കിൽ പോലും ഇശാ ബാങ്ക് കേട്ടാൽ പോലും പൊരയിൽ പോയാൽ പോലും ഇശാ നിസ്കരിക്കാതെ കടന്നുറങ്ങും. ഇതെന്താ സംഭവിക്കാനുള്ള കാരണം? അവർക്കുള്ള കുഴപ്പം എവിടെയാണ്? അവരുടെ ആത്മാവിന് തീരെ വളർച്ച വന്നിട്ടില്ല. ആത്മാവ് പരാജയപ്പെട്ടെടുത്ത നിസ്കാരം നടക്കാത്തത്. ശരീരത്തിന് നല്ല വളർച്ചയുണ്ട്, അതുകൊണ്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന എല്ലാത്തിനും സജീവമാണ്, അതൊക്കെ കൂടി ഉണ്ടാവും. പക്ഷേ അത് നിസ്കരിക്കാതിരുന്നാൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇർശാദുൽ ഇബാദത്ത് എന്ന് പറയുന്ന കിതാബ് ലഭിച്ചപ്പോ ആ കിതാബിൽ നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞെടുത്ത് മഹാനവരുകൾ ഒരു സംഭവം, വെറുതെയുള്ള കഥയല്ല, നടന്നൊരു സംഭവം മഹാനവരുകൾ ഉദ്ധരിക്കുന്നത് കാണാം.
സംഭവം. ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ സഹോദരി മരിച്ചപ്പോ സഹോദരിയുടെ മയ്യത്ത് മറവ് ചെയ്ത് വീട്ടിൽ വന്നു നോക്കുമ്പോ അദ്ദേഹത്തിന്റെ പണം അടങ്ങിയ പേഴ്സ് കാണാനില്ല. അങ്ങനെ കുറെ ആലോചിച്ചു നോക്കിയപ്പോഴാ മനസ്സിലായത്, പേഴ്സ് നേരത്തെ ഖബറിൽ മറവ് ചെയ്യുമ്പം ഖബറിൽ വീണുപോയിട്ടുണ്ട്. അദ്ദേഹം ഖബറിന്റെ സമീപത്ത് ചെല്ലുന്നു. ഖബറതാ മാന്തിയിട്ട് പേഴ്സ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഖബറിൽ നിന്നിങ്ങനെ വല്ലാത്ത തീങ്ങനെ കത്തിയാളുന്നത് കണ്ടപ്പോ ഖബർ പെട്ടെന്ന് തന്നെ മൂടിയിട്ട് ഉമ്മാന്റെ സമീപത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മാ, എന്റെ സഹോദരിയുടെ ജീവിതത്തിന്റെ അവസ്ഥയൊന്ന് പറഞ്ഞു തരുമോ? ഉമ്മ പറഞ്ഞു, മോനെ, അവള് നല്ല മോളായിരുന്നല്ലോ, എല്ലാ സമയത്തും നല്ലത് മാത്രം ചെയ്തവളാണ്, അവർക്കൊരു ചെറിയ കുഴപ്പം മാത്രമുണ്ടായിരുന്നു. നിസ്കരിക്കാറുണ്ട്, പക്ഷേ അവൾക്ക് തോന്നിയത് മാത്രമേ നിസ്കരിക്കാറുള്ളൂ. സുബഹി പലപ്പോഴും അവൾ നിസ്കരിക്കാറില്ല. അസ്ർ പലപ്പോഴും ഖളായിട്ടാണ് നിസ്കരിക്കാറുള്ളത്. ഇശാ നിസ്കരിക്കാതെ ഉറങ്ങാറുണ്ട്. ഇങ്ങനെ നിസ്കാരത്തിന് അശ്രദ്ധ കാണിച്ചവളാണ്. അതുകൊണ്ടായിരിക്കാം ഖബറിൽ വലിയ ശിക്ഷ ഞാൻ കണ്ടു. എന്തേ നിസ്കാരത്തിലേക്ക് മനസ്സ് വരാത്തത്? ആത്മാവിന് വളർച്ച വന്നിട്ടില്ല. ആത്മാവിന് വളർച്ച വന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഫർള് മാത്രമല്ല, നിലവേറും അഴീശ തൊഴുതോരൂവാലേ 40 സുബ്ഹി തോളുതോവറി 40 വർഷത്തോളം ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബ്ഹി വരെ നിസ്കരിച്ച മഹത്തുക്കളാണ്. അവരെ ആത്മാവിനെ അങ്ങ് കറകളഞ്ഞ് തേച്ചു മിനുക്കിയെടുത്തതാണ് മുഅ്മിനീങ്ങളെ. അവിടെയാണ് ആത്മാവിന് ശുദ്ധീകരണം നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്നാണ് മുആദ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്ത അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അതെല്ലാവരും ചൊല്ലണം. പക്ഷേ ചൊല്ലുന്ന സമയത്ത് തെറ്റുകൂടാ. അതെ, അർത്ഥം മനസ്സിലാക്കി ചെല്ലുമ്പോഴാണ് അതിന്റെ ഫലമുണ്ടാവുക.